കേരളം ദൈവത്തിന്റെ നാടോ വഞ്ചനയുടെ നാടോ? അമിതാഭ് കാന്ത് ഒരിക്കൽ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിച്ചു. പക്ഷേ ഇന്ന് ആ വിശേഷണത്തിൽ പോലും പരിഹാസത്തിന്റെ സ്വരം കേൾക്കുന്നില്ലേ? പ്രകൃതിദത്ത സൗന്ദര്യത്തിലും സമൃദ്ധിയിലും ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടെങ്കിലും മനുഷ്യരുടെ മനസ്സിലും പ്രവൃത്തികളിലും അത് പ്രതിഫലിക്കുന്നുണ്ടോ എന്നത് സംശയകരമാണ്. കേരളം ഇന്ന് ഒരുവിധ ശാപം പോലെ വലയുന്ന നാടായി തോന്നുന്നു. കച്ചവട മേഖലയിൽ നടക്കുന്ന വഞ്ചനകളും അസൂയയും അതിന്റെ തെളിവുകളാണ്. കൊച്ചിയിലെ ഹോളിഡേ ഇൻ ഹോട്ടലിലെ തർക്കം ഇതിന് പുതിയൊരു ഉദാഹരണം മാത്രമാണ്. വട്ടം വയ്ക്കുക എന്നത് ഇവിടെ ഒരു ജീവിത ശൈലിയായി മാറിയിരിക്കുന്നു. ആത്മാർത്ഥതയ്ക്കും നീതിക്കും സ്ഥാനമില്ലാത്ത ഒരു സംസ്കാരമായി. വിദേശത്ത് അധ്വാനിച്ച് സമ്പാദിച്ച പണവുമായി നാട്ടിലേക്ക് മടങ്ങിയ നിക്ഷേപകരിൽ 80% കൈപ്പൊള്ളിയവരായിരിക്കും. കൊച്ചിയിലെ രമണിക മുതൽ തൃശൂരിലെ ലുലു മാൾ വരെ മലയാളികൾ ആവേശത്തോടെ തുടങ്ങിയ പല പദ്ധതികളും അവസാനിച്ചത് തകർച്ചയിലൂടെയാണ്. ലഹർ കോള, മധുര കോഡ്സ്, പ്രീമിയർ കേബിൾസ്, തോഷിബ ആനന്ദ്, കെൽട്രോൺ, BPL, ഡയനോറ, കൊക്കക്കോള എല്ലാം വികസന കേരളത്തിന്റെ കുഴിമാടുകളായി മാറി. ഗൾഫിൽ സമ്പാദിച്ച പണവുമായി സ്വന്തം നാട്ടിൽ കച്ചവടം തുടങ്ങാൻ വന്നവർ നേരിട്ട അവഗണനയും തടസ്സങ്ങളും അനവധിയാണ്. ഇടപ്പള്ളി മുതൽ വരാപ്പുഴ വരെ തുറന്ന 100 കണക്കിന് ഭക്ഷണശാലകളും വയനാട്ടിലും ഇടുക്കിയിലും പണിത റിസോർട്ടുകളും പല നിസ്സാര കാരണങ്ങളാൽ അടഞ്ഞുപോയി. ആന്ധൂരിൽ നിന്ന് തുടങ്ങിയതു മുതൽ കിറ്റെക്സ് വരെ എല്ലായിടത്തും വട്ടം വയ്ക്കലിന്റെ ശാപം. യൂസുഫ് അലി പോലുള്ള ബിസിനസ്സുകാരൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാമ്രാജ്യം പടുത്തുയർച്ചിയിട്ടും തന്റെ ജന്മനാടായ ചുഷൂറിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ ഇന്നും കഴിയാത്തത് കേരളത്തിന്റെ വാസ്തവം പറയുന്നു. പരിസ്ഥിതി എന്ന പേരിൽ കൊടുത്ത പരാതികളിലും ഇവിടെ രാഷ്ട്രീയമാണ് പതിഞ്ഞിരിക്കുന്നത്. തുറുപ്പുകുലാൻ സിനിമയിലെ കഥ യാഥാർത്ഥ്യമായി ഇവിടെ ആവർത്തിക്കുന്നു. പണവും പ്രയത്നവും മുഴുവൻ മുടക്കി ഹോട്ടൽ വാങ്ങിയവൻ ഒടുവിൽ സ്വന്തമാക്കിയത് 2 മുറികൾ മാത്രം. ഇതാണ് കേരളത്തിന്റെ വ്യാപാര നൈതികത. ഇതെല്ലാം വെറും സാമ്പത്തിക തകർച്ചയല്ല, അതൊരു സാമൂഹിക രോഗമാണ്. മനുഷ്യൻ മനുഷ്യനെ പറ്റിക്കുമ്പോൾ പ്രകൃതി തന്നെ നമ്മെ ശിക്ഷിക്കുന്നു. നിക്പ, എലിപ്പനി, ഡെങ്കി, H1N1, ക്യാൻസർ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ എല്ലാം ആ ശാപത്തിന്റെ പ്രതിഫലനങ്ങളായി തോന്നുന്നു. ഇനിയെങ്കിലും നമ്മൾ ആത്മപരിശോധന നടത്തണം. കച്ചവടത്തിനും വികസനത്തിനും തടസ്സമായ അഴിമതിയും അഹങ്കാരവും ഇല്ലാതാക്കിയേ കേരളം രക്ഷപ്പെടൂ. അല്ലെങ്കിൽ ഈ നാടിനെ വിടുന്നത് നിക്ഷേപകരല്ല, പ്രതിഭകളും സ്വപ്നങ്ങളുമായിരിക്കും. മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും സ്റ്റേജിൽ കയറി പിണറായി വിജയനെ വാഴ്ത്തിപ്പാടിയാലും ഈ നാട് മാറുകയില്ല. ജനങ്ങളും ഭരണകൂടവും മാറിയാലേ ഈ ശാപനാട് വീണ്ടും ദൈവത്തിന്റെ സ്വന്തം നാടാകൂ. അതാണ് ഈ നാടിന് വേണ്ട യഥാർത്ഥ പ്രായശ്ചിത്തം.